കേക്കിൽ ഫോട്ടോ പ്രിൻറ്റ് വെക്കാൻ പേടിയുണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേടിയെല്ലാം മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഷുഗർ ഷീറ്റിലാണേ. ഒരു ഷീറ്റിൽ പ്രിൻ്റ് എടുക്കുന്ന 300 രൂപയാണ് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് 7 ഇഞ്ചിലാണ് ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 7 ഇഞ്ചിൽ റൗണ്ടിലാണ് കേട്ടോ അവർ ചെയ്ത് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്വയറിൽ മതിയെങ്കിൽ ഏത് സൈസാണെന്നും പറഞ്ഞ് സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയൊരു വൈറ്റ് പോർഷനോട് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതൊന്ന് ഫുള്ളാ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇത് ഇളക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ആ ഷീറ്റിൻ്റെ 4 അറ്റത്തു നിന്നും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഷുഗർ ഷീറ്റിൽ നിന്ന് ആ ഫോട്ടോ പ്രിൻ്റുള്ള ഭാഗം പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ ഈ 4 അറ്റം കട്ട് ചെയ്ത ഭാഗം ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് ഇതിങ്ങനെ ഇളകി വരാറില്ല. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ഈ ഫോട്ടോ പ്രിൻ്റ് 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കിയെടുത്താൽ മതി. നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇന്ന് എനിക്കിത് ഫ്രീസറിൽ വെക്കേണ്ടി വന്നില്ല കേട്ടോ. അതിന് മുമ്പ് തന്നെ നന്നായിട്ട് തന്നെ ഷീറ്റിൽ നിന്ന് വിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കേക്കിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നിങ്ങൾ കേക്ക് ഡെലിവറി ചെയ്യുന്നത് എപ്പോഴാണ് അതിനൊരു അരമണിക്കൂർ മുമ്പൊക്കെ മാത്രം ഈ ഫോട്ടോ പ്രിൻ്റ് കേക്കിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ഇത് വെളിയിലിരിക്കുന്ന സമയത്ത് ഈ ഫോട്ടോയ്ക്ക് മുകളിൽ കൂടെയൊക്കെ ബബിൾസ് വരാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫോട്ടോ പ്രിൻ്റ് നിങ്ങൾ ഒരുപാട് ദിവസം മുമ്പ് എടുത്ത് വെക്കരുത്. ഒന്നുകിൽ ആ കേക്ക് കൊടുക്കേണ്ട ആ ദിവസം അല്ലെങ്കിൽ തലേക്കുന്ന ദിവസം മാത്രം ഫോട്ടോ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക. ഇനി എന്ന് പറയുന്നത്, ഞാനിവിടെ ഈ ഫോട്ടോ പ്രിൻ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു ഡിസൈൻ M1 നോസിൽ വെച്ചിട്ട് ഒരു ഡിസൈൻ ഇങ്ങനെ സൈഡ് ബോർഡറായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ പ്രിൻ്റ് വെച്ച് കഴിഞ്ഞിട്ട് കേക്ക് കൊണ്ടുവന്ന് നേരിട്ട് ഫ്രിഡ്ജിൽ വെക്കരുത്. ബോക്സിലാക്കി ഒരു കണ്ടെയ്നറിലാക്കി മാത്രം ഫ്രിഡ്ജിനകത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞ ടിപ്സൊക്കെ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.